പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ സമയത്താണ് കോച്ച് ഫാക്ടറി വിഷയത്തിൽ മുൻ എംപിയായ NN കൃഷ്ണദാസ് രാജേഷിനെതിരെ രംഗത്തെത്തിയത്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ കോച്ച് ഫാക്ടറിക്കായി പണം മുടക്കാൻ തയ്യാറാണെന്ന വാദം ശരിയല്ലെന്നാണ് കൃഷ്ണദാസ് പറഞ്ഞത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ സെയിലിന് പണം മുടക്കാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കോച്ച് ഫാക്ടറി നടപ്പാക്കുന്നതിൽ രാജേഷ് പരാജയപ്പെട്ടുവെന്നും കൃഷ്ണദാസ് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ കമ്മിറ്റി കൃഷ്ണദാസിനോട് വിശദീകരണം തേടിയത്. തന്റെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായാണ് കൃഷ്ണദാസ് മറുപടി നൽകിയത്. കൃഷ്ണദാസിന്റെ വിശദീകരണം തള്ളിയ ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന്റെ നടപടി ശരിയല്ലെന്ന് വിലയിരുത്തി. കോച്ച് ഫാക്ടറി വിഷയത്തിൽ സിറ്റിംഗ് MP രാജേഷ് ചെയ്ത നിരവധി കാര്യങ്ങളെ വിസ്മരിക്കുന്ന രൂപത്തിലായിരുന്നു കൃഷ്ണദാസിന്റെ പരാമർശങ്ങളെന്ന് കമ്മിറ്റി വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പരാമർശം പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചു. രാജേഷിനും പാർട്ടിക്കും ദോഷകരമായ വിധം പരാമർശം നടത്തിയതിൽ കൃഷ്ണദാസ് ഉറച്ചു നിൽക്കുന്നതിനാലാണ് വിശദീകരണം തള്ളിയത്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാത്തതിനാലാണ് കൃഷ്ണദാസ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്ന് രാജേഷ് അന്ന് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ കോച്ച് ഫാക്ടറി വിഷയത്തിൽ നേതാക്കന്മാർ ഇനിയും പരസ്യമായി രംഗത്ത് വരുമോ എന്നാണ് അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.